സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും ന്യൂസ് കേരള TVM-ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിവിടുത്തെ വിഷയമെന്ന് പറയുന്നത്, ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് ഭീകര രാഷ്ട്രങ്ങളാണ് അമേരിക്കയും ഇസ്രായേലും. അതിന് അടിവരയിടുന്ന, അതിന് നമ്മൾ എത്രത്തോളം ന്യായീകരിക്കാനൊക്കുമോ അതിന് ഏറ്റവും ചെറിയ ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ വെനസ്വേലയിൽ കണ്ടത്. വെനസ്വേലയിൽ പരമാധികാര രാജ്യമാണ്. ആ രാജ്യത്തിനകത്ത് കടന്നു കയറി ആ രാജ്യത്തെ പ്രസിഡൻറ്റും ഭാര്യയും താമസിച്ചിരുന്ന വസതിയിൽ കടന്നു കയറി അവരെ രണ്ടുപേരെയും പിടിച്ച് ബന്ദിയാക്കി വിലങ്ങ് വെച്ച് കൊണ്ടുപോയി അമേരിക്കയിലേക്ക്. അപ്പോൾ അമേരിക്കയുടെ ധാർഷ്ട്യം എന്താണെന്ന് ലോകം മനസ്സിലാക്കി. എന്ത് തെമ്മാടിത്തരവും എന്ത് ചെറ്റത്തരവും കാണിക്കാൻ ഇവർക്ക് യാതൊരു മടിയുമില്ല. പണ്ടും ഇങ്ങനെ തന്നെയാണ്. പാശ്ചാത്യ രാജ്യങ്ങളും അമേരിക്കയുമാണ് ഈ ലോകത്ത് കുഴപ്പങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. അതിന് ചൂട്ടുപിടിക്കുന്ന ഒരു രാജ്യം അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തുന്ന ഒരു രാജ്യം ഇസ്രായേലുമാണ്. അവർക്കിഷ്ടമില്ലാത്തവരാ, അവരുമായി പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കാത്ത, അവരുടെ ഭീഷണിയിൽ വഴങ്ങാത്ത, അവർക്ക് അടിമപ്പണി ചെയ്യാത്ത ഏത് രാജ്യത്തിനെ ആയിരുന്നാലും ശരി അവർ നശിപ്പിക്കും. ഇല്ലാത്ത പ്രശ്നങ്ങളുണ്ടാക്കും, ഇല്ലാത്ത കാരണങ്ങളുണ്ടാക്കും, ഇല്ലാത്ത നശീകരണ ആയുധങ്ങൾ അവിടെ വെച്ചിരിക്കുന്നു എന്ന് പറയും. അങ്ങനെ അവർ അതിക്രമിച്ച് കയറും. അത് ലോകത്തിനൊരു പാഠമാണ്. അമേരിക്കയ്ക്കും ഈ പാശ്ചാത്യ ശക്തികളിൽ അമേരിക്കയെ താങ്ങുന്നവർക്കും ശരിയായ രീതിയിൽ അവരെ മനസ്സിലാക്കി കൊടുക്കണം. അതിന് ബാക്കിയുള്ള രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ആവശ്യം. അങ്ങനെ കൂട്ടായ്മ പണ്ട് കാലത്തുണ്ടായിരുന്നു. ആളുകൾക്ക് ഭയമായിരുന്നു മറ്റു രാജ്യങ്ങളിലേക്ക് കടന്നു കയറാൻ. ഇന്ന് ആ ഭയം മാറി. അപ്പോൾ എന്ത് തെമ്മാടിത്തരവും കാണിക്കാം. ഈ ട്രംപ് എന്ന് പറയുന്നത് സത്യത്തിൽ അയാൾ ഒരു രോഗിയാണ്, ഒരു മനോരോഗിയാണ്. അയാൾക്ക് 80 വയസ്സിൽ കൂടുതൽ കഴിയുമ്പോൾ മനുഷ്യന് ബുദ്ധിയും സ്ഥിരതയൊക്കെ നഷ്ടപ്പെടും. ഇപ്പം അയാളെ ഭരിക്കുന്നത് ഭ്രാന്താണ്. അയാളെ ഭ്രാന്തെന്ന് പറഞ്ഞാൽ അയാളെ ചങ്ങലക്കിട്ട് പിന്നെ ഈ ഭ്രാന്തന്മാർ എവിടെയാണ് കൊണ്ടുവന്നിടുന്നത് അവിടെയാണ് അയാൾ അവിടെ തന്നെയാണ് അവിടെ കിടത്തേണ്ടത്. സെല്ലിൽ അടയ്ക്കണം. അങ്ങനെ അല്ലെങ്കിൽ ഈ ലോകത്ത് പലതും ഉണ്ടാകും. പിന്നെ വേറൊരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ മനസ്സിലാക്കണം, പാശ്ചാത്യ രാജ്യങ്ങൾക്കും അമേരിക്കയ്ക്കും ഈ ലോകത്ത് സമാധാനം ഉണ്ടായി കാണുന്നത് ഇഷ്ടമല്ല. എപ്പോഴും ടെൻഷനിലായിരിക്കണം. ഈ ലോകത്ത് ഭീതി വിതയ്ക്കണം. ഭീതി വിതച്ച് അവരുടെ